ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മുരിങ്ങക്കായ സൂപ്പ് തന്നെയാണ് കേട്ടോ. കൂടെ പച്ചക്കുരുമുളകും അതുപോലെ മുരിങ്ങയിലയാണ് ഞാൻ ചേർക്കണത്. എരിവിന് വേണ്ടിയിട്ട് പച്ചക്കുരുമുളക് ചതച്ച് ചേർത്തു. നമ്മുടെ സ്റ്റോക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അത് നന്നായി തിളയ്ക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് ഇന്ന് കുറച്ചിങ്ങനെ വെള്ളം പോലെയുള്ളത് കട്ടി പോലെ ഉണ്ടാവാനായിട്ടേ ഞാൻ കുറച്ച് അതിൻ്റെ ഉള്ളിൽ ചേർക്കുന്നത് നമ്മുടെ ഓട്സാണ്. അത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, വെള്ളത്തിൽ മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി തിളച്ച് വന്നപ്പോഴേ കുറച്ച് നമ്മുടെ മുരിങ്ങയിലയും കൂടി അതിലിട്ട് കൊടുത്തു. എല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം, അന്നും കോച്ചൊക്കെ കാണുന്നുണ്ട്, ഒക്കെ എടുത്ത് കളയാം. പിന്നെ ഇത് ഞാൻ കലക്കി വെച്ച നമ്മുടെ ഓട്സാണ് കേട്ടോ. അത് തിളയ്ക്കുന്നതിലേക്ക് ഓട്സ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക, നന്നായി മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അത് കട്ട കിട്ടും. എനിക്ക് നല്ലൊരു പണി കിട്ടി. ആ കയ്യിൽ വീണത് അങ്ങനെ തന്നെ ഒരു കട്ടയായിട്ടിരുന്നു. പിന്നെ ഞാൻ നന്നായി ഒന്ന് മിക്സാക്കി, പിന്നെ അതിലേക്ക് ഉപ്പും കുറച്ച് ജീരകപ്പൊടി ഇട്ടു കേട്ടോ. ഇന്ന് ഞാൻ നെയ്യിലൊന്നും താളിച്ചില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുരുമുളക് കുറച്ച് കുറവാന്ന് തോന്നി എനിക്ക്, അപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടു കേട്ടോ. പച്ച കുരുമുളക് പൊട്ടിച്ചുകൊണ്ട് എന്ത് കുറഞ്ഞു പോയെന്ന് തോന്നി, അപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. അങ്ങനെ സൂപ്പ് തയ്യാറായി.